ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളിലേക്കും വെച്ച് ഏറ്റവും അധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു ബോർഡ് ഓഫ് പീസ് അഥവാ ഗാസ സമാധാന പദ്ധതി. എന്നാൽ ഈ പദ്ധതിയെ ചൊല്ലി ലോകരാജ്യങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് രൂപീകരിച്ച ട്രംപ് അധ്യക്ഷനായ അന്താരാഷ്ട്ര സമിതി കടുത്ത വിയോജിപ്പുകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് ഇപ്പോഴുള്ളത്. ബോർഡിൽ അംഗമാകാൻ $100 കോടി നൽകണമെന്ന വിചിത്രമായ ഉപാധിയാണ് പല രാജ്യങ്ങളെയും പിന്നോട്ടടുപ്പിക്കുന്നത്. ഒരു സീറ്റിനായി ഇത്രയും വലിയ തുക നൽകാനാവില്ല എന്ന കാനഡയുടെ പരസ്യമായ നിലപാട് ട്രംപിന് വലിയ തിരിച്ചടിയായി കഴിഞ്ഞു. എന്നാൽ സാമ്പത്തിക തർക്കങ്ങൾക്കും അപ്പുറം ഈ സമിതിയുടെ നിയമപരമായ ഘടനയാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അധികാരങ്ങളെ മറികടക്കാനും അന്താരാഷ്ട്ര നിയമങ്ങളെ അപ്രസക്തമാക്കാനും ഈ ബോർഡ് കാരണമാകുമെന്ന് ഫ്രാൻസ് പരസ്യമായി മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ അമേരിക്ക അവരുടെ അധികാര സ്ഥാനത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും രംഗത്തുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ട്രംപിന്റെ നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. ഇസ്രായേലുമായി ചർച്ച ചെയ്യാതെയാണ് സമിതി അംഗങ്ങളെ നിശ്ചയിച്ചതെന്നും തുർക്കിയെയും ഖത്തറിനെയും പോലുള്ള രാജ്യങ്ങളെ ഗാസയുടെ കാര്യത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്നും കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നെതന്യാഹു. തുർക്കിയിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഉള്ള ഒരൊറ്റ സൈനികർ പോലും ഗാസയിൽ കാല് കുത്തില്ല എന്നാണ് പാർലമെന്റിൽ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. കാനഡയും ഫ്രാൻസും ഒഴിഞ്ഞു മാറുന്നതിനിടയിൽ ഇസ്രായേലിന്റെ ഈ കടുത്ത എതിർപ്പ് കൂടി ചേരുന്നതോടെ ട്രംപിന്റെ ഗാസ പ്ലാൻ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ട്രംപിനാകുമോ അതോ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്നതിലേക്കാണ് അന്താരാഷ്ട്ര നയതന്ത്ര ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.